വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം എന്നിങ്ങനെ ആന്റണി ചോദിക്കുമ്പോൾ അത് പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ പറഞ്ഞ സമയത്ത് മിന്നു കെട്ടുന്നത് ഞാൻ തന്നെ ആയിരിക്കും ഡെയ്സിയുടെ കഴുത്തിൽ. പക്ഷേ ഇപ്പോൾ അവിടെ ഉറപ്പിക്കാൻ പോകുന്നത് ശിവനുമായിട്ടുള്ള ഒരിക്കലും നടക്കാത്ത വിവാഹമാണ് എന്നിങ്ങനെ യോഹന്നാൻ പറയുന്നുണ്ട്. അതിനുമുമ്പ് ഡേവിസാണ് പറയുന്നത് ഞാനാണ് മിന്നു കെട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത യവനിക ഉയരുന്നത് മാണിക്കോത്താണ്. പഴയ കൂട്ടുകാരൻ്റെ തിരുമുറ്റത്ത് അങ്കിളിൻ്റെ ഒരു പഴയ സ്നേഹിതനായിട്ട് തന്നെ സ്നേഹിതനായ അതേ രൂപത്തിൽ തന്നെ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കപട സ്നേഹം കാണിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്, കപട സ്നേഹം കാണിച്ച് മഹേന്ദ്രനെ നമ്മൾ കയ്യിലെടുക്കും. അതിനുശേഷം ഡെയ്സിയും കൂട്ടി ഇങ്ങോട്ട് വരും. എന്നിട്ട് ഒരിക്കലും നടക്കാത്ത ഡെയ്സിയുടെ വിവാഹത്തിന്, ശിവനുമായിട്ടുള്ള വിവാഹത്തിന് അവിടെ വെച്ച് നമ്മൾ വാക്ക് കൊടുക്കുകയും ചെയ്യും. ഇനി യോഹന്നാൻ്റെ പരകായ പ്രവേശമാണ് നടക്കാൻ പോകണമെന്നും പറഞ്ഞ് ആ ഒരു പദ്ധതി അവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേസമയം അവിടെ വീട്ടിലെ ശാലിനിയാണെങ്കിൽ റൂമിലിരുന്നു കൊണ്ട് റസാക്ക് വിളിച്ചു പറഞ്ഞ് ആ രേഷ്മയുടെ ഫോണിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ഇതെന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊന്നും പറഞ്ഞ് ശാലിനിയാണെങ്കിൽ തൻ്റെ വിഷമങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും മോളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ആണുങ്ങളെല്ലാം ചതിയന്മാരാണോ അമ്മ, നമ്മുടെ മുന്നിൽ കാണിക്കുന്ന സ്നേഹമൊക്കെ കാപട്യങ്ങളാണോ, വെറും അഭിനയമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ജീവിതത്തിൽ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ഒരുപാട് പ്രതിസന്ധികൾ കൂടെ വളർന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ്, ആ ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ മോളുടെ ഈ വഴി നടന്നു പോകുന്ന വഴി കാണുമ്പോൾ എനിക്കതിനേക്കാൾ വിഷമം തോന്നുകയാണ്. വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പലപ്പോഴും പല രാത്രികളിലും നിങ്ങൾ 3 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. പക്ഷെ ഉറക്കമൊന്നും വരാറില്ല. വാതിൽക്കല്ല് കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ അത് നിൻ്റെ അച്ഛനാണോ എന്ന് കരുതി പലതവണ ഞാൻ ഓടിച്ചെന്ന് ഒന്ന് ചുമച്ചിട്ട് ശാരദയെ ഞാൻ വന്നു എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് എത്ര തവണ എൻ്റെ കാത് കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ. പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നു. ഞാൻ പിന്നീടല്ലേ അറിയുന്നത് രാജേശ്വരിയും കെട്ടി നിൻ്റെ അച്ഛൻ വേറെ താമസം തുടങ്ങിയിരുന്നു. പക്ഷേ അതുപോലെയൊന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആണുങ്ങളല്ലേ അമ്മേ, അന്ന് വിശ്വസിക്കാനായിട്ട് പറ്റില്ല, ചെളി കണ്ടാൽ ചവിട്ടം, വെള്ളം കണ്ടാൽ കഴുകും എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല, വിഷ്ണുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല, നിന്നെ അവന് ജീവൻ തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നെ രാജേശ്വരി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും ജീവനായിരുന്നില്ലേ, പിന്നീടല്ലേ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ സംശയിക്കുക ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷം ഞാൻ തകർന്നു പോയാൽ ഈ കുടുംബം തന്നെ ചിന്നിച്ചിതറങ്ങി ഇപ്പോൾ ചാരാനായിട്ടൊരു തോള് പോലും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഒരുവിധം ശാലിനിയെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. മോൾക്ക് മോളെ അറിയാമല്ലോ, നമ്മൾ എത്രത്തോളം പോകും, ഏതുവരെ പോകും എന്നൊക്കെ നമുക്കറിയാം. എൻ്റെ മോളായി മാത്രം അങ്ങ് ജീവിച്ചാൽ മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. ഇതേസമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ മഹേന്ദ്രനാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ശിവൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ ശിവനെ അറിയിക്കാതെ തന്നെയാണ് ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മഹേന്ദ്രനോട് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യങ്ങളൊക്കെയാണ് മഹേന്ദ്രൻ ഇങ്ങനെ ഓർമ്മിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഈ സമയത്ത് നിർമ്മല അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്താണ് യോഹന്നാനും ഡേവിസും ആൻ്റണിയും കൂടി ഇവിടെ മുറ്റത്ത് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് യോഹന്നാൻ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം പോയി നോക്കടി എന്നിങ്ങനെ നിർമ്മലയോട് മഹേന്ദ്രൻ പറയുകയാണ്. അന്നേരം വാതിൽ തുറക്കുമ്പോൾ യോഹന്നാനെ ആൻ്റണിയും ഡേവിസിനെയും കാണുമ്പോൾ നിർമ്മല ഒന്ന് ഭയക്കുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ മഹേന്ദ്രൻ പക്ഷേ ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവർ 3 പേരും വന്ന് നിൽക്കുന്നത്. പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹേന്ദ്രനെ മുന്നോട്ട് നടക്കുന്നുള്ളൂ. ആൻ്റണി ഡേവിസും മടിച്ച് നിൽക്കുകയാണ്. അന്നേരം നിങ്ങൾ വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അപ്പം പോയാൽ പോരെയെന്ന് ആൻ്റണി ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ എന്തിനാടാ നിന്നെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന്, എനിക്ക് എസ്കോർട്ടിനാണോ ഇങ്ങോട്ട് കയറി വന്നതെന്നും പറഞ്ഞാണ് അവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. തുടർന്ന് വാതിൽക്കൽ നിൽക്കുന്ന യോഹന്നാനാണെങ്കിൽ നിർമ്മലയങ്ങ് മാറ്റി ഇങ്ങകത്തേക്ക് ചിരിച്ചുകൊണ്ട് കയറുന്നുണ്ട്. അന്നേരം ഞാൻ മഹേന്ദ്ര എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാനൊന്ന് കാണാൻ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആര് എന്നെയും ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, എൻ്റെ മകളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കണ്ടതൊക്കെ മതിയെന്നും പറഞ്ഞ് എന്താണ് ആവശ്യം എന്നൊക്കെ ഇനി മഹേന്ദ്രൻ വഴക്കിനെന്ന പോലെ നിൽക്കുകയാണ്. അന്നേരം ഞാനൊരു ബഹളത്തിന് വന്നതല്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിനാ സംബന്ധം കൂടാൻ വന്നതാണോ എന്ന് മഹേന്ദ്രൻ എടുത്ത വായിലെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ്. അന്നേരം ഡെയ്സി ഇതകത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നിർമ്മലയും മഹേന്ദ്രനും ആകെ ഒന്ന് അന്തിച്ച് നോക്കുകയാണ്. അന്നേരം ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല, ഇനി അവരുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല, നടത്തി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ആൻ്റണിയും പറയുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിന് ഇനി ഞങ്ങൾ എതിര് നിൽക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മോൾ എവിടെ, ഡെയ്സി എവിടെയും നോക്കുമ്പോൾ ഡെയ്സി ഇങ്ങനെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം മോൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ച് അടുത്തേക്കൊക്കെ നിർത്തുന്നുണ്ട് യോഹന്നാൻ. എന്നിട്ട് പറയുകയാണ്, മോളുടെ സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശിവൻ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഭേദമായിട്ട് തിരിച്ചു വന്നു അന്ന് വിവാഹം നടത്താൻ എനിക്ക് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ പഴയ കച്ചവടമൊക്കെ നടത്തിയതിനൊക്കെ ഓർമ്മയില്ലേ, പിന്നെ അതുപോലെ ഈ ബന്ധം നമുക്ക് ജാതിയും മതവും ഒക്കെ മറന്ന് അങ്ങോട്ട് നടത്താം,
പിന്നെ എന്നെ അറിയാവുന്നവർ ഡെയ്സിയോടാണ് പറയുന്നത്, എന്നെ അറിയാവുന്നവർ പറയും ഇത് അപ്പൻ്റെ അഭിനയമാണെന്ന്. അഭിനയമൊന്നുമല്ല, പിന്നെ നിൻ്റെ അമ്മ പറയാറുണ്ട് എനിക്ക് ചിരിക്കാൻ അറിയത്തില്ല, നിൻ്റെ മോളെനിക്ക് ചാർത്തി തന്നിരിക്കുന്ന പട്ടം എനിക്ക് സ്നേഹിക്കാൻ പാടില്ല എന്നാണ്, അറിയില്ല എന്നുള്ളതാണ്, അതൊക്കെ ഞാനങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെടാ എന്നൊക്കെ ഇങ്ങനെ മഹേന്ദ്രനോട് സംസാരിക്കുന്നു. പക്ഷെ മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് മഹേന്ദ്രൻ പക്ഷേ എല്ലാം ഇങ്ങനെ അളന്ന് കുറിച്ച് നോക്കുകയാണ്. യോഹന്നാൻ്റെ സ്വഭാവം മഹേന്ദ്രന് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇവർ മൂന്നുപേരും അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുകയാണ്. ഡേവിസ് പറയുന്നുണ്ട് പിന്നെ നിനക്ക് എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലായില്ല, ഇനി ആൻ്റണിക്ക് നീ എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആൻ്റണിയും പറയുന്നുണ്ട് നിൻ്റെ ആഗ്രഹത്തിന് ചേട്ടൻ ഒന്നും എതിര് നിൽക്കുന്നില്ല, നിൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ ചേട്ടനുണ്ടാകും കൂടെ എന്ന് പറയുമ്പോൾ ഡേവിസ് തിരുത്തുകയാണ്, ഈ ചേട്ടന്മാരുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ മഹേന്ദ്രനാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് യോഹന്നാൻ പറയാതെ തന്നെ അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നാടറിയെ നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് നടത്താം, പിന്നെ ജാതിയും മതവും ഒക്കെ മറന്ന് നമ്മൾ കുടുംബത്തിൻ്റെ വൈരാഗ്യമൊക്കെ മറന്ന് നാട്ടുകാരൊക്കെ കാണട്ടെ നമ്മൾ ശത്രുതയൊക്കെ മറന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മഹേന്ദ്രനോട് ചോദിക്കുകയാണ് നമ്മൾ പണ്ട് കൂട്ടുകച്ചവടം ബിസിനസ് നടത്തിയില്ലേ, അത് ഞങ്ങൾക്ക് ഓർമ്മയില്ലേയും ചോദിക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ തലവിലേക്ക് പറയുകയാണ് ഓർമ്മയുണ്ട്, അത് കൂടുമ്പോഴാണ് നിൻ്റെ ഈ സ്വഭാവമൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ്റെ കൈ ഇങ്ങനെ യോഹന്നാൻ പിടിക്കുന്നുണ്ട്. നമുക്ക് പണ്ടത്തെ പോലെ സ്നേഹത്തോടെ നാടറിഞ്ഞ് ഇവരുടെ വിവാഹം നടത്താം, എല്ലാവരും അത് കണ്ടട്ടെ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഡെയ്സി ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്ന് കരുതി അവൾക്ക് ശിവനെ എപ്പോഴും വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണുന്നതിനോ ഇവിടേക്ക് വരുന്നതിനോ എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് വിശ്വാസമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെനിക്ക് അല്ലെങ്കിലും വിശ്വാസം തന്നെയാണ്. എൻ്റെ മകൻ കെട്ടിയ പിന്നെ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ ശിവനിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനു മുന്നേ ആദ്യം വന്നപ്പോൾ യോഹന്നാൻ എൻ്റെ മകളെ കാണാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ മകൾ ഇവിടെയാണോ? ഇവിടെ ഞാനും എൻ്റെ മകളും എൻ്റെ ഭാര്യയും എൻ്റെ മകൻ്റെ ഭാര്യയും മാത്രമാണുള്ളതെന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ഈ ബഹളത്തിന് വന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഈ സംസാരമൊക്കെ തുടങ്ങുന്നത്. അന്നേരം പക്ഷേ മഹേന്ദ്രൻ ഇവരെയൊക്കെ ഇങ്ങനെ ഇവർ മൂന്നുപേരുടെ തകർത്ത അഭിനയം ഇങ്ങനെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. മഹേന്ദ്രന് ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം പറയുന്നുണ്ട് അപ്പോൾ ഇനി പിന്നെ നമുക്ക് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഈ കര കണ്ടിട്ടില്ലാത്ത ജാതി മതമൊക്കെ മറന്ന് ഇവരുടെ കല്യാണം നടത്താം. അപ്പോൾ ഡെയ്സിയെ നമ്മൾ കൊണ്ടുപോവുകയാണ്, അപ്പോൾ പോവാം മോളെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഡെയ്സി ഇങ്ങനെ ആകെ സന്തോഷത്തിരിക്കുകയാണ്. ശിവൻ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഭേദമായി വരുന്നോ അന്ന് നിങ്ങളുടെ വിവാഹം നടത്താൻ അപ്പന് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. മഹേന്ദ്രൻ ഇങ്ങനെ തലവിലേക്ക് ഇരിക്കുകയാണ്. പക്ഷെ നിർമ്മല ഇതൊക്കെ വിശ്വസിച്ച് നോക്കി നിൽക്കുന്നുണ്ട്, അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരവിടെ നിന്ന് സ്നേഹം നടിച്ച് ഡെയ്സിയെ കൂട്ടിക്കൊണ്ടുപോകും, ഈ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ നടത്താൻ പോകുന്നവർ ഡേവിസിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ശിവനുമായിട്ട് ഉറപ്പിച്ചിട്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ പിന്നെ രേഷ്മയുടെ കാര്യം തന്നെ ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വിഷ്ണുവിനെ ശാലിനിക്കാണെങ്കിൽ സംശയവും ഇല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സംശയിക്കാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. അങ്ങനെ ഒരു മനസ്സിലാണ് ശാലിനി നിൽക്കുന്നത്. അതേസമയം പൊന്നിയാണെങ്കിൽ ചായയായിട്ട് വരുന്നുണ്ട്. അതിന് ചായ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചേക്കെന്ന് പറയുകയാണ്. തുടർന്ന് പൊന്നി പറയുന്നുണ്ട് പപ്പിക്ക് നല്ല പനി എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയുടെ കയ്യിൽ പനിയുടെ സിറപ്പില്ലേ ചോദിക്കുമ്പോൾ അതൊന്നും കാണാനായിട്ട് വഴിയില്ല, തുണി നനച്ച് നെറ്റിയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് ഡ്രയർ മേശ തുറന്നിട്ട് പിന്നെ പനിയുടെ സിറപ്പ് കൊണ്ട് പപ്പിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അന്നേരം പപ്പിക്ക് ഇങ്ങനെ ശ്യാമ തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുകയാണ്. അന്നേരം വേണ്ടെന്ന് പറയുമ്പോൾ ഇരിക്കട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. പനിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നെറ്റിയൊക്കെ തൊട്ട് നോക്കിയിട്ട് അപ്പോൾ പപ്പി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവച്ചൻ വന്നോ, ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവച്ചൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിന് ചേച്ചിയമ്മ കൊണ്ടുപോകും, ആദ്യം ഈ പനിയുടെ സിറപ്പ് കുടിക്കുക എന്ന് പറയുകയാണ്. അന്നേരം കുടിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതങ്ങോട്ട് കുടിക്കുകയാണ്. അന്നേരം പനി കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ ചേച്ചിയമ്മ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ശ്യാമയ്ക്ക് ഇതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമ പറയുകയാണ് കുഞ്ഞേച്ചി എന്തിനാണ് അവളെ പപ്പി അത്രയും വഴക്ക് പറഞ്ഞത്, അവൾ മാത്രമല്ലല്ലോ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞത്, ആ സത്യയും പറഞ്ഞില്ലേ, എന്നിട്ട് സത്യ വഴക്ക് പറഞ്ഞില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും വേർതിരിവ് തന്നെയാണ്, കുഞ്ഞുങ്ങളോടായാലും വേർതിരിവ് തന്നെയാണ്, അതുകൊണ്ടാണ് 100 കൂട്ടം പ്രശ്നങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ശാലിനിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ശ്യാമയെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അത് ബാക്കിയുള്ളവരുടെ മനസ്സിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നു എന്നുകൂടി നീ ചിന്തിക്കണം. പിന്നെ എന്ത് വേർതിരിവ് കാണിച്ചു എന്നാണ്, വേർതിരിവ് കാണിക്കാനായിട്ട് ഇവർ രണ്ടുപേരും എനിക്ക് രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ വേർതിരിവ് കാണിക്കേണ്ട ആവശ്യമില്ല, പിന്നെ രണ്ടായിട്ട് വളർത്തണ്ട, എനിക്ക് ഒന്നായിട്ട് മതി എന്നെനിക്ക് എന്ന് തോന്നുന്നോ അന്ന്
പല മാതൃഭാവ വേഷങ്ങളും ഇവിടെ അഴിച്ചു വയ്ക്കേണ്ടി വരും, അത് നീ ഓർത്താൽ നന്ന് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ശാലിനി അത്രയ്ക്കും ദേഷ്യത്തെ കടുപ്പിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ പപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്നാണെങ്കിൽ ശാലിനി കുഞ്ഞിനോട് പറയുന്നുണ്ട്, മരുന്നൊക്കെ കുടിച്ചില്ലേ, പനിയൊക്കെ കുറയും, ബീച്ചിൽ കൊണ്ടുപോകാൻ കേട്ടോ എന്നിങ്ങനെ വീണ്ടും പറയുകയാണ്. അതേസമയം പൊന്നിയും സത്യയും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീണ്ടും ശ്യാമ പറയുകയാണ്, എൻ്റെ കൊച്ചിനെ എങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകണ്ട, എൻ്റെ കൊച്ചി അങ്ങോട്ടും വരുന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കിയാണ്. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ അവിടെയും ശാലിനി ശ്യാമയ്ക്ക് നല്ല രീതിയിൽ വഴക്ക് കൊടുക്കും. ശ്യാമ അവിടെ കൂടെ പേടിപ്പിക്കുക, എൻ്റെ കൊച്ച് എന്ന് പറയുന്നല്ലോ. ഇവിടെ ശാലിനി ആണെങ്കിൽ ഇപ്പോൾ ആകെ നിലവിട്ട് നിൽക്കുകയാണ് വിഷ്ണുവിനെയും കാണാത്തത് കൊണ്ട്. അതുകൊണ്ട് പിന്നെ പപ്പിയുടെ മേലുള്ള അധികാരം അവിടെ ശാലിനി കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശ്യാമയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ഇത്രയും നാൾ ശാലിനി അടങ്ങി നിന്നു. പക്ഷേ ഇപ്പോൾ ഇവർ കൈവിട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ശാലിനി അവിടെ തിരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്യാമ ഒന്ന് അടങ്ങുമായിരിക്കും. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഇനി അടുത്ത എപ്പിസോഡിലാണ് ശാലിനി ആണെങ്കിൽ രേഷ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രേഷ്മയെ കാണും. അപ്പോൾ രേഷ്മ പറയും, പിന്നെ വിഷ്ണു എന്നെ കണ്ടില്ല, അതൊരു ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയോട് രേഷ്മയെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവേട്ടൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രേഷ്മയോട് സമ്മതിക്കുമോ എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.